യുവരാജ്. നോക്കൂ, ഇവിടെ നേരത്തെ CPM വിശദീകരിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണന, തെറ്റായ സമീപനം തുടങ്ങിയവ തുറന്നു കാട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ സർക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നേരിടുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വിശദീകരിക്കും. അത് എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ വേറെയാണ്. പക്ഷേ ഈ ഷോ മുഴുവനായിട്ട്, ഇപ്പോൾ നിങ്ങളും ആ അർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, പക്ഷേ ഈ ഷോ കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ് സ്റ്റീൽ ചെയ്യുന്ന സാഹചര്യമല്ലേ അവസാനം ഉണ്ടായത്? കോൺഗ്രസ്സുകാർ തിരുവനന്തപുരത്തിന്റെ തെരുവീതികളെ ഇളക്കി മറിക്കുന്നു, അവർ സമരം ചെയ്യുന്നു, മുതിർന്ന നേതാക്കൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു, അവരുടെ പേരിൽ കേസ് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു. അഭിലാഷ്, നമുക്ക് അങ്ങനെ പൊളിറ്റിക്കലി നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJPയുടെ സമരങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യങ്ങളെക്കാളും വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിന്ന് ഗ്വാഗ്വാവിളി നടത്തുന്ന സമയത്ത് അത് CM വേഴ്സസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതും കേരള പൊളിറ്റിക്സിലെ കേരള പൊളിറ്റിക്സിലെന്നല്ല എവിടെയായിരുന്നാലും ശരി തന്നെയാണ്, അതൊരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ മാത്രം ചുരുക്കി കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഈ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന സമയത്ത് ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ജനങ്ങളിലേക്ക് നേരിട്ട് പോവുക, അവരുടെ പരാതി സ്വീകരിക്കുക, അതേ ക്യാബിനറ്റ് മുഴുവനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്നൊക്കെ ഉള്ള തലത്തിലായിരുന്നു അതിൻ്റെ പ്രചരണം തുടക്കത്തിലുണ്ടായിരുന്നത്. അത് ഏതാണ്ട് മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അത് മുഖ്യമന്ത്രി ടോണ് മാറ്റുകയും ഇത് ഞങ്ങൾ പരാതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നടത്തുന്നത്, ഞങ്ങളുടെ സർക്കാരിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്, പ്രചരണ പരിപാടിയാണ് എന്നുള്ള നിലയിലേക്കായിട്ട് മാറി. പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന അവഗണന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ യാത്ര നടത്തിയെന്ന്. കാരണം ആ യാത്ര പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ യാത്ര എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ആ പർപ്പസ് ആ കാര്യം സർവ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ ഗോൾ പോസ്റ്റുകൾ മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത്. അഭിലാഷം ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ കേന്ദ്ര അവഗണന ഉണ്ട് എന്നുണ്ടെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ട് ഇവർ സംസാരിക്കേണ്ട സ്ഥലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയിട്ടല്ല, അത് പാർലമെന്റിനകത്താണ് അവർ ഉന്നയിക്കേണ്ടത്. അവർക്ക് എത്രയാണ് കിട്ടാനുള്ളത്, എന്താണ് കിട്ടാനുള്ളത്, അത് അവതരിപ്പിക്കേണ്ട സ്ഥലം പാർലമെന്റാണ്. പാർലമെന്റിനകത്ത് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കവലപ്രസംഗം നടത്തിയതിന് ശേഷം അതേ കവലപ്രസംഗം തിരിച്ചു വന്ന് നമ്മുടെ തെരുവീതികളിൽ നടത്തുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം.